ആരാ അത്? ആൻഡ്രൂസ് അല്ലേ അത്? ആൻഡ്രൂ, ദൂരെന്ന് നിഴല് കണ്ടപ്പോ എന്റെ ആൻഡ്രൂസ് വന്ന് നിൽക്കുന്ന പോലെ തോന്നി. ഞാൻ ആൻഡ്രൂസിന്റെ അടുത്ത് നിന്ന് വരിക. കൂട്ടുകാരനാ സേതുമാധവൻ. ആൻഡ്രൂസ് ആൻഡ്രൂസ് പറഞ്ഞു വിട്ടതാ. അപ്പോ ഈ ക്രിസ്മസിനും അവൻ വരില്ല അല്ലേ? സന്ധ്യക്ക് മുമ്പ് അവനിങ് എത്തുമെന്ന് ഞാൻ കരുതി. അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു, വന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ. മോമ, നിന്റെ അമ്മച്ചിയെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്നും ഒക്കെ പറയാൻ എനിക്ക് വയ്യ. പറയാ ആൻഡ്രൂസ്, ഇനി ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. With love, Annie. ആനി ഇനി അവന് വേണ്ടി കാത്തിരിക്കരുത്. ആനി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സേതു, എന്താ ഇത്? ലൈറ്റ് ഒന്നും വിടാതെ ഇരുട്ടത്തിരിക്കണേ? ഒന്നുമില്ല. വരൂ, വല്ലതും കഴിക്കാം. അപ്പച്ചന്റെ കുഴിമാടത്തിനരികിൽ അമ്മച്ചി ആൻഡ്രൂസ് മടങ്ങി വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മച്ചിയുടെ കണ്ണീരും കാത്തിരിപ്പും ഒക്കെ കാണുമ്പോ എന്റെ ഉള്ളിൽ കരയുകയാണ്. ദൈവമേ, ഞാൻ എന്ത് ക്രൂരതയാണ് അമ്മച്ചിയോട് ചെയ്യുന്നത്. സത്യവാനി, അവനും അവന്റെ ആൾക്കാരും ഇപ്പൊ എന്റെ പിന്നാലെയുണ്ട്. ഇനിയും ഞാനിവിടെ നിന്നാൽ അമ്മച്ചിയുടെ ജീവൻ കൂടി അപകടത്തിലാവും. എനിക്കറിയാം, അവന് വേണ്ടത് ഞാനുമല്ല അമ്മച്ചിയുമല്ല, ആൻഡ്രൂസ് എന്നെ ഏൽപ്പിച്ച പെട്ടിയാണ്. അവന്റെ ജീവനെ പോലെ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ അത്. ഇനി അത് ആനി സൂക്ഷിക്കണം. ഞാൻ ഇനി അത് അമ്മച്ചി ഏൽപ്പിച്ചിട്ട് പോയാൽ അത് മതി അമ്മച്ചിയുടെ ജീവൻ കൂടി അപകടത്തിലാവാൻ. അതുകൊണ്ടാ ഹോനായി മരിച്ചു എന്നറിയുന്നത് വരെ, അല്ലെങ്കിൽ ആനിക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടാകുന്നത് വരെ അത് അമ്മച്ചിയുടെ കയ്യിൽ ചെന്ന് ചേരരുത്. ഞാനിപ്പോ പോകുന്ന അവന്റെ അടുത്തേക്കാ. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ, ആരെങ്കിലും ഒരാളെ ഇനി ഈ നാട്ടിലേക്ക് മടങ്ങി വരും.
ഞാൻ വരും അമ്മച്ചി, എത്രയും പെട്ടെന്ന് മടങ്ങി വരും. ഇപ്പോ പോവാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാ. വരട്ടെ അമ്മച്ചി. സേതു, മോനിപ്പോ ആൻഡ്രൂസിന്റെ അടുത്തേക്കല്ലേ പോണേ? അവനോട് മോൻ പറയണം എത്രയും പെട്ടെന്ന് ഇങ്ങ് പോരാൻ. ജോൺ ഹോനോയ്, ഞാനാ സേതു. നീ അന്വേഷിച്ച് നടക്കുന്ന സേതു മാധവൻ ഞാനാണ്. ഇതിനു വേണ്ടിയല്ലേ നീ ആൻഡ്രൂസിനെ കൊന്നത്? ഇപ്പൊ എന്നെ കൊല്ലാൻ നടക്കുന്നത്. ഇനി നീ ആരെയും കൊല്ലണ്ട. ഇത് ഞാൻ നിനക്ക് തരാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാ കൊണ്ടുപോയിക്കോളൂ. ഇത് മുഴുവൻ നിനക്കുള്ളതാണ്. പക്ഷേ അമ്മച്ചി വെറുതെ വിട്ടേക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി മായയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങിപ്പോണം. എനിക്കവരെ പേടിയാ. സേതുവിന്റെ കൂട്ടുകാരാണെന്നും പറഞ്ഞ് മായയോടൊപ്പം കൂടിയിട്ടില്ലേ അവരെ. ആൻഡ്രൂസിനെ കൊന്നിട്ടും സേതുവിനെ കൊന്നിട്ടും കയ്യിൽ കിട്ടാത്ത ആ നിധി മായ ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെന്ന് അവർ കരുതി കാണും. അതുകൊണ്ട് മായ ഇനി അവരാരെയും കാണരുത്. പിന്നെ ഈ കഥകളൊക്കെ അമ്മച്ചി അറിയാതിരിക്കാനും മായ ഇവിടുന്ന് പോയേ മതിയാവൂ. പോകുക. അതിനു മുമ്പ് ഞാൻ അവരെ ഒന്നുകൂടി കാണും. തനിച്ചല്ല, പോലീസുമായിട്ട്. അപ്പുക്കുട്ടൻ എവിടെ? അപ്പുക്കുട്ടൻ എവിടെന്നാ ചോദിച്ചത്? നിങ്ങൾ അവനെ എന്താ ചെയ്തത്? എന്താ ചെയ്തതെന്ന് കാണണോ? നിനക്ക് കാണണോടാ? അപ്പുക്കുട്ടന് നമ്മൾ എന്താ ചെയ്തതെന്ന് ഇവനൊന്ന് കാണിച്ചു. എനിക്കറിയാം, ഞാൻ പറയാം, എനിക്കെല്ലാം അറിയാം, ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. അവരെ കൊല്ലരുത്.
ഞങ്ങൾക്കറിയാതെ പറഞ്ഞില്ലേ? അവരെ പുറത്തെടുക്കുക, അവരെ പുറത്തെടുക്കണ, പുറത്തെടുക്കണ പന്നി. അവൻ ചത്തുപോടാ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പറയൂല, ചത്താലും പറയൂല. അപ്പുക്കുട്ടൻ എവിടെ? അതിനു മുമ്പ് ആ പെട്ടി എവിടെ ഉണ്ടെന്ന് പറ. അതിന് തന്നെയാ ചോദിക്കുന്നത്, അപ്പുക്കുട്ടൻ എവിടെയെന്ന്. അവന്റെ കയ്യിലാ പെട്ടി. ആദ്യം അവനെ കൊണ്ടുവാ. മാധവ, എന്റെ പല്ല്. ഒച്ച വെക്കണ്ട. ഇനി നമ്മളെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല. അതുകൊണ്ട് നമുക്കതങ്ങ് തിരിച്ചു കൊടുത്തേക്കടാ. അതങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കാൻ. ഏത്? സേതു നിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലേ ആ പെട്ടി? എന്റെ കയ്യിലോ? എപ്പോ? എടാ, ഇനിയും നിന്റെ അവനെയൊക്കെ മതി. വല്ലവന്റെ ഒരു പെട്ടിക്ക് വേണ്ടി ജീവൻ കളയാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. മര്യാദക്ക് അങ്ങോട്ട് കൊടുക്കാൻ. എന്റെ ദൈവമേ, ഗോവിന്ദൻകുട്ടി, ഇവൻ എന്തൊക്കെയായി പറയുന്നേ? കണ്ണിറക്കി കാണിക്കുന്നോ? എന്താടാ കാര്യം? അപ്പുകുട്ടാ, നീ പറയണ്ടാ. ഗോവിന്ദൻകുട്ടി, നീ ചുമ്മാ പണിയരുത്. അവനെ കൊണ്ട് ഞാൻ പറയിക്കാൻ നോക്കുമ്പോ നീ ഒരു മാതിരി വേഷം കെട്ടെടുക്കുന്നു. എടാ അപ്പുകുട്ടാ, നീ ഒന്ന് പറഞ്ഞ് തൊലക്കടാ. നീ പറയണ്ട അപ്പുകുട്ടാ. ഇന്നോടല്ലേ പറഞ്ഞത്? നീ പറയിപ്പിക്കല്ലേ? തോമസ് കുട്ടി, എന്താടാ ഇതൊക്കെ? പറയണ തെണ്ടി, അത് എവിടെ ഇരിപ്പുണ്ടെന്ന്. ഏത്? രക്ഷപ്പെടാൻ നീ സമ്മതിക്കില്ലല്ലേടാ. ആക്ടിങ് ആണില്ലേ? അയ്യോ, ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കണം. വെട്ടിക്കൊടുക്കാൻ ഞാൻ സമ്മതിക്കണടാ. ഞാൻ പറയില്ല പട്ടി. ഓടി വാടാ. വേഗം വാടാ. എന്റെ അമ്മോ, ലവന്മാരല്ലേ ഇത്? അണ്ണാ, ദേവന്മാര് പിടിച്ചോ. തോമസ് കുട്ടി, വിട്ടോടാ. വേഗം വേഗം വാ. വാടാ. അതാരാണ്? അവരുടെ ആൾക്കാരാ. അവന്മാർ ആളെ വിളിച്ചോണ്ടാ വന്നിരിക്കുന്നത്. പിടിച്ചോ.
Ha 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 ha!